ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ 3ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നമ്മൾ 4ാം ക്ലാസ്സിലെത്തി, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയി അല്ലേ. അഥവാ LP ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ്സാണ് 4ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി, നമുക്ക് 3ാം ക്ലാസ്സിലും പുതിയ ബുക്കായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പുതിയ ബുക്കൊക്കെ പഠിക്കാനുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നോക്കാം. ഇംഗ്ലീഷിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. 3 യൂണിറ്റുകളാണ്. ഒന്നാമത്തെ യൂണിറ്റ് ബിയോണ്ട് ഫിയർ എന്നുള്ളതാണ്. രണ്ടാമത്തെ യൂണിറ്റ് വോയിസ് ഇൻ യൂണിസൺ എന്നുള്ളതാണ്. മൂന്നാമത്തേത് പേജസ് ഓഫ് വണ്ടർ എന്നുള്ളതാണ്. ഇങ്ങനെ 3 യൂണിറ്റുകളാണ് പാർട്ട് 1 വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ബിയോണ്ട് ഫിയർ എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് അല്ലേ. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ്. ഭയം, ഓക്കെ, പേടി അല്ലെങ്കിൽ ഭയം എന്ന് പറയും. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം എന്നാണ് അർത്ഥം, അപ്പുറം. അപ്പോൾ ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയത്തിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഓക്കെ, ഭയത്തിന് അപ്പുറം. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? ഇവിടെ മഴ പെയ്യാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വണ്ടികളൊക്കെ റോട്ടിലൂടെ പോകുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരു കുട്ടി അവിടെ ഒരു മരം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ. ഒരു മരം വീണ് കഴിഞ്ഞപ്പോൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന് താഴെ ഒരു കോട്ടുണ്ട്. കോട്ട് നമുക്ക് വായിച്ചു നോക്കാം. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി അല്ലേ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം, ശക്തി. അപ്പോൾ ഒരു ട്രൂ ഹീറോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഹീറോ എന്ന് പറയുന്നത് ഒരിക്കലും ശക്തിയുള്ള ഒരാൾ എന്നല്ല. പക്ഷെ എന്താണ്? ബട്ട് ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ പ്രചോദനം, ഓക്കെ. അപ്പോൾ മറ്റുള്ളവരെ പ്രചോദനമാക്കാനും അതേപോലെ തന്നെ ലീഡ് ചെയ്യാനും അവരെ നയിക്കാനുമുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ശക്തിയുള്ള, നല്ല തടിച്ചു വളരെ ശക്തിയുള്ള ഒരാളെ ഒരിക്കലും നമ്മൾ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. മറിച്ച് മറ്റുള്ളവരെ നയിക്കാനും പ്രചോദനം നൽകാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ആരായിട്ട് മാറുന്നുള്ളൂ? ഒരു ഹീറോ ആയിട്ട് മാറുന്നുള്ളൂ. ഇത് ആരാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? മഹാത്മാഗാന്ധി, ഓക്കെ. ഇനി നേരെ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്? ഇവിടെ ഗാന്ധിജിയെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ഒരാളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാളെ കാണുന്നുണ്ട്, അതുപോലെ ഒരു റെസ്ക്യൂ അല്ലെ, കുട്ടിയെ നമ്മൾ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ രക്ഷിച്ച പോലെയുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ഒരു കൃഷിക്കാരനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മയും അച്ഛനും 2 കുട്ടികളെയും കാണുന്നുണ്ട്, മദർ തെരേസ അല്ലെ, അങ്ങനെയുള്ള ഒരു ആളിനെയും അവരുടെ ചുറ്റും കുറേ കുട്ടികളെയും കാണുന്നുണ്ട്. ദെൻ വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ ഹീറോസ് എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ ആൻസർ എന്ന് പറയുന്നത് ദേ റിമൈൻഡ് ആസ് ദ പ്രൗഡ് ഓഫ് ലെഗസി ഓഫ് സർവീസ്. അവരാണ് നമുക്ക് സർവീസിൻ്റെ ഒരു ഉന്നതി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇവരൊക്കെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്ത് ക്വാളിറ്റീസ് കൊണ്ടാണ് ഇവരെ ഹീറോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? കറേജ് ആൻഡ് നോബിൾ ക്വാളിറ്റീസ്. അവരുടെ ആ ഒരു ധൈര്യവും അതുപോലെ തന്നെ അവരുടെ നോബിൾ ക്വാളിറ്റീസുമാണ് അവരെ ഒരു ഹീറോ ആക്കി മാറ്റുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ഇവിടെ ലിറ്റിൽ ഹീറോ എന്നുള്ള ഒരു സ്റ്റോറിയാണ്, അത് നമ്മുടെ അടുത്ത് വായിച്ച് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. എന്താണ് ലിറ്റിൽ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കൈകളും, ബിഗ് കറേജ്, എന്ന് പറഞ്ഞാൽ ധൈര്യം, വലിയ ധൈര്യവുമാണ് ഇവിടെ കാണുന്നത്. ഫൺ ടൈം. എന്താണ് ഫൺ ടൈം എന്ന് പറഞ്ഞാൽ? ഫണ്ണായിട്ടുള്ള സമയം അല്ലേ. ദില്ല ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ ദില്ലയുടെ ചെറിയ ബ്രദർ ആയിട്ടുള്ള ഇസാക്കും കൂടെ അവർ എവിടെയാണ് കളിക്കുന്നത്? വീടിൻ്റെ ബാക്ക് യാർഡിലാണ് കളിക്കുന്നത്. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ പിൻമുറ്റം എന്നാണ് അർത്ഥം, ഓക്കെ. ദില്ല ലുക്ക്ഡ് അപ്പ് ദ സ്കൈ ആൻഡ് സെഡ്. അങ്ങനെ ദില്ല ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഇസാക്ക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇസാക്കെ നമുക്ക് ഉള്ളിലേക്ക് പോവാൻ, എനിക്ക് തോന്നുന്നത് മഴ വരാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
യെസ് ലെറ്റ്സ് ഗോ. ഇസാക്ക് നോഡഡ് ആൻഡ് ലിറ്റിൽ വറീഡ്. അപ്പോൾ നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക. ഓക്കെ, നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇസാക്ക് തലയാട്ടിക്കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. അങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ദേ വെൻ സ്ട്രൈറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അങ്ങനെ അവർ നേരെ പോയത് എവിടേക്കാണ്? കിച്ചണിലേക്കാണ്. അവിടെ കിച്ചണിൽ പോയപ്പോൾ അവിടെ ടേബിളിൽ ഒരു പ്ലേറ്റിൽ ഫുൾ കുക്കീസ് ഉണ്ടായിരുന്നു. ഓക്കെ, കുക്കീസ് ഇസാക്ക് സേഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. അങ്ങനെ എന്ത് ചെയ്തു? കുക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസാക്ക് എന്ത് ചെയ്തു? അതിൽ നിന്നും ഒരെണ്ണം പിടിച്ചു. ഓക്കെ, ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. അങ്ങനെ ദിൽനയും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ദെൻ മോം ഇറ്റ്സ് റൈനിങ് ഇസാക്ക് ഷൗട്ടഡ്. ദർ വാസ് നോ റിപ്ലൈ. അപ്പോൾ ഇസാക്ക് എന്ത് ചെയ്തു? മോം മഴയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസാക്ക് ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞു. പക്ഷെ അവിടെ നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടിയൊന്നും ഉണ്ടായില്ല. ദെൻ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ വർ ദ ചിൽഡ്രൻ പ്ലേയിങ്. എവിടെയായിരുന്നു കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നത്? എവിടെയാണ്? ബാക്ക് യാർഡിലാണല്ലോ. അപ്പോൾ അവിടെ ബാക്ക് യാർഡ് എന്ന് എഴുതി കൊടുക്കുക. ബാക്ക് യാർഡിലായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഡു യു ലൈക്ക് പ്ലേ ഇൻ ദ റെയിൻ. നിങ്ങൾക്ക് ഇതുപോലെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എസ് എന്ന് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ, ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ. വാട്ട് മേ ബി ദ റീസൺ. അമ്മ മറുപടിയും തന്നില്ല. എന്തായിരിക്കും കാരണം? എന്താണ് കാരണം എന്ന് നമുക്ക് അറിയില്ല അല്ലേ? നമുക്ക് നോക്കാം എന്താണ് കാരണം എന്നുള്ളത്. ടിയേഴ്സ് ഓഫ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി, ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. അപ്പോൾ പേടിയോടുള്ള ഒരു കണ്ണുനീര്. ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അവർ നേരെ ഓടി ലിവിങ് റൂമിലേക്ക് പോയി. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ എന്താണ്? അമ്മ അവിടെ താഴെ കിടക്കുകയാണ്. ഇപ്പോൾ പിക്ചറിൽ കാണുന്നില്ല, ഇതേപോലെ അമ്മ അവിടെ കിടക്കുകയാണ്. മോം ദിൽന കോഡ് ലൗഡ്ലി. അങ്ങനെ ദിൽന ഒച്ചത്തിലും അമ്മയെ അന്ന് വിളിച്ചു. ബട്ട് ഷീ ഡിഡ്ന്റ് ആൻസർ. പക്ഷെ എന്താണ്? അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. വൈ ഇസ് മോം ലേയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഇസാക്ക് അവൻ്റെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ എന്താ ഈ നിലത്ത് കിടക്കുന്നത്? അമ്മ ഇനി ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. മോം വേക്ക് അപ്പ് ഹി ക്രൈഡ്. അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് അമ്മ എണീക്കുക എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് വെറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ. ദിൽന സേഡ് ട്രൈങ് ടു കൺസോൾ ഹിം. അപ്പോൾ ദിൽന പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, അമ്മ ഓക്കെയാണ് എന്ന് അവനെ കൺസോൾ ചെയ്യാൻ വേണ്ടി പറയാണ്. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഓക്കെ, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദിൽന റഷ്ഡ് ടു ഹെർ മദർ സേഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. അങ്ങനെ എന്ത് ചെയ്തു? ദിൽന വേഗം അമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് അമ്മയെ പതുക്കെ ഒന്നിങ്ങനെ വിളിച്ചു. മോം പ്ലീസ് വേക്ക് അപ്പ്. ദിൽന പെഗ്ഡ് ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. അങ്ങനെ പെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിക്കുക. ഓക്കെ, അങ്ങനെ ദിൽന എന്ത് ചെയ്തു? യാചിച്ചുകൊണ്ട് അമ്മയോട് അമ്മ എണീക്കുക എന്ന് പറയാണ്. പക്ഷെ അമ്മ ഇവിടുന്ന് അനങ്ങുന്ന പോലുമില്ല. ദിൽന ട്രൈഡ് അഗെയിൻ ഷേക്കിൻ ഹെയർ എ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? വീണ്ടും അമ്മയെ അവൾ ഒന്നും കൂടെ ഇതുവരെ സോഫ്റ്റ് ആയിട്ടാണ് വിളിച്ചതല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഹാർഡായിട്ട് വിളിച്ചു. ഹാർഡായിട്ട് തട്ടി നോക്കുകയും ചെയ്തു. പക്ഷെ എന്താണ്? അമ്മ ഒരു മറുപടിയും തരുന്നില്ല. ഇസാക്ക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ എന്തായി? ആകെ കണ്ണുനീരായി. എനിക്ക് ആകെ പേടിയായി തുടങ്ങി. ഇനി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ. എന്താണ് അമ്മക്ക് സംഭവിച്ചത്? എന്താണ്? അമ്മ താഴെ വീണ് കിടക്കുകയാണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്. എന്താണ് ദിൽന അമ്മയെ എണീപ്പിക്കാൻ വേണ്ടി ചെയ്തത്? അവൾ എന്ത് ചെയ്തു? ദിൽന റഷ് ടു ഹെർ മദർ സേഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. അവളെ പതുക്കെ തട്ടി വിളിച്ചു അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളത് എടുത്ത് എഴുതിയാൽ മതി. എവിടെയാണ്? ഓക്കെ, ഇതാണ് സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത്, ഇനി അമ്മക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്താണ്? ഫോൾസ് ഡൗൺ ഓൺ ദ ഫ്ലോർ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദിൽന ആൻഡ് ഇസാക്ക് ഡു നെക്സ്റ്റ്. പിന്നെ എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക? അതിന് ആൻസർ നമുക്ക് അറിയില്ല, നമുക്ക് വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ദ കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years ഓൾഡ്. ആക്ച്വലി ദിൽന എന്ന് പറയുന്നത് ഒരു 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. ദെൻ ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ അവൾ അവിടുത്തെ മൂത്ത കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഷീ ഫെൽറ്റ് സ്കെയർഡ്. ആക്ച്വലി അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷെ അവൾക്ക് അറിയണം അവൾ കാമായിട്ട് നിന്നേ പറ്റുള്ളൂ. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും നോക്കി.
സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അപ്പോഴാണ് അവൾക്ക് അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം അവൾക്ക് ഓർമ്മ വന്നത്. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അപ്പോൾ ആ സമയത്ത് ഗ്രാൻഡ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ 101 വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട്സ് യുവർ നെയിം, വേർ ഡു യു ലീവ്, അപ്പോൾ എന്താണ് നിൻ്റെ പേര്, എവിടെയാണ് നീ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ദിൽന റിയലൈസ് ദിസ് വാസൻറ്റ് ഗെയിം എനി മോർ. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ഇത് ഗെയിം മാത്രമല്ല, ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. ഇപ്പോഴാണ് ഞാനിത് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ആക്ച്വലി അതെന്താണ്, ഒരു ഗെയിം മാത്രമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ദെൻ വൈ ഡിഡ് ദിൽന സ്റ്റേ കാം, എന്തിനാണ് അവൾ കാമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ്, ബിക്കോസ് ഷീ ഈസ് ദ എൽഡർ വൺ ഓഫ് ദ ഫാമിലി. അവളായിരുന്നു ആ ഒരു ഫാമിലിയിലെ എൽഡർ വൺ എന്ന് പറയുന്നത്. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അവൾ ഗ്രാൻഡ് മദറുമായിട്ട് കളിച്ചിരുന്ന ഗെയിം എന്തായിരുന്നു, ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എമർജൻസി വന്നു കഴിഞ്ഞാൽ 101 വിളിക്കണം എന്നുള്ളതായിരുന്നു. വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു, ഇനി എന്തായിരിക്കും ദിൽന ചെയ്യുന്നുണ്ടാവുക, ഐ തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ. അല്ലേ, ഇപ്പോൾ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ വിളിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനുള്ള വിളി. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡീറ്റെയിൽ 101. അങ്ങനെ അവൾ നേരെ ഫോണിൻ്റെ അടുത്തേക്ക് പോയിട്ട് 101 ഡയൽ ചെയ്തു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിങ്, ശരിക്കും അവളുടെ കൈയൊക്കെ എന്തായിരുന്നു, വിറക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം ആ ലൈനിൽ വന്നു. 101 വാട്ട് ഇസ് യുവർ എമർജൻസി, ഇത് 101 എന്താണ് നിങ്ങളുടെ എമർജൻസി. ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്, അവൾ നല്ല ഒരു ശ്വാസം എടുത്തു. ഹലോ, മൈ നെയിം ഈസ് ദിൽന, എൻ്റെ പേര് ദിൽനയാണ്. മൈ മോം ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ, എൻ്റെ അമ്മ ഫ്ലോറിൽ ഇപ്പോഴും കിടക്കുകയാണ്. ബട്ട് ഐ കാൺട്ട് വേക്ക് ഹെർ, പക്ഷെ എനിക്ക് അവരെ എണീപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വെർ ഈസ് യുവർ ഫാദർ, എവിടെയാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. ദിൽന റിപ്ലൈഡ്, അപ്പോൾ ദിൽന പറയാണ് ഹി ഈസ് വർക്കിംഗ് എബ്രോഡ്, അദ്ദേഹം വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്, നീ ചെയ്തത് നല്ല ഒരു ജോബാണ്, നീ നിൻ്റെ അഡ്രസ്സ് പറയൂ എന്ന് പറയാണ്. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി, ആ ലേഡി എന്താണ് വളരെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ കുറച്ച് സീരിയസോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി, അപ്പോൾ ആണ് ദിൽനക്ക് ഓർമ്മ വന്നത് അവൾ വളരെ ഒച്ചത്തിലും വളരെ ക്ലിയർ ആയിട്ടും പറഞ്ഞു. ജസ്റ്റ് ലൈക്ക് യുവർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ, അവളുടെ ഗ്രാൻഡ് മദർ എങ്ങനെയാണോ അവളെ പഠിപ്പിച്ചത് അതേപോലെ അവൾ പറഞ്ഞു കൊടുത്തു. ഐ ലീവ് അറ്റ് 1203 രംനനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി, ഞങ്ങൾ ചെറുവപ്പാടിയിലെ രംനനഗർ സ്ട്രീറ്റിലാണ്. 1203 എന്നുള്ളത് വീട്ട് നമ്പറോ സംതിങ് എന്തെങ്കിലും ആയിരിക്കും. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, എന്താണ് താങ്ക് യു പറയാണ്, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ദ ലേഡി സേഡ്, ആ ഒരു സ്ത്രീ അവരുടെ അടുത്ത് പറഞ്ഞു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ ഓക്കെ, ഫയർമാൻ അങ്ങോട്ട് എത്തുന്നവരെ നീ ഒരു ലൈനിൽ തുടരണം എന്നാണ് പറയുന്നത്. ദിൽന അഗ്രീഡ്, ദിൽന അത് ഓക്കെ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, whom did Dilna call for help? What did the lady said? Dilna called fireman for help, അല്ലേ, ദിൽന വിളിച്ചത് ഫയർമാനെ ആയിരുന്നു. The lady inquired about the situation and asked the Dilna to stay on the phone until they reached. അവർ എത്തുന്നവരെ ഫോൺ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേ ഓൺ ദ ഫോൺ അൺടിൽ ഗെറ്റ് ദർ. ഓക്കെ, ഇത് എഴുതാം, അതിൻ്റെ കൂടെ ഫയർമാൻ എന്നും കൂടി എഴുതി കൊടുക്കാം. ഇഫ് യു വെർ ദിൽന വാട്ട് യു ഡു, നിങ്ങളാണ് ദിൽന എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്താണോ ചെയ്യുക എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ റിലീഫ് എന്നാണ്. ദിൽന ഹേർഡ് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. അപ്പോൾ ദിൽന കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമുക്കറിയാം ഈ ഫയർമാനൊക്കെ വരുമ്പോൾ ഒരു സൈറൻ ഉണ്ടാവില്ല, ആ സൈറൻ്റെ സൗണ്ട് ദിൽന കേട്ടു. ദെൻ സൂൺ ഹെർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ, അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഡോറിൽ ഇങ്ങനെ മുട്ടാൻ വേണ്ടി തുടങ്ങി. ദ ലേഡി ഓൺ ദ ഫോൺ സൈഡ്, അപ്പോൾ ആ ഒരു ലേഡി പറഞ്ഞു, ഫോണിൽ ആ ലേഡി പറഞ്ഞു, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ, ദ ഫയർമാൻ ആർ ദർ. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അപ്പോൾ ദിൽന ഇപ്പോൾ നീ ഡോർ തുറന്നോ, സേഫാണ്, ഫയർമാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദിൽന വേഗം ഓടിപ്പോയിട്ട് ഡോറ് ഓപ്പൺ ചെയ്തു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ, അപ്പോൾ 2 ഫയർമാൻ അവിടെ ഉണ്ട്. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം, അവരെയും കൂട്ടി ദിൽന എവിടേക്ക് വന്നു, ലിവിംഗ് റൂമിലേക്ക് വന്നു. ഹെർ മോം വാസ് സ്റ്റിൽ ലേയിങ് ഓൺ ദ ഫ്ലോർ, അപ്പോഴും ആ അമ്മ എന്താണ് ആ ഒരു ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഇസാക്ക്, ആരായിരുന്നു ദിൽനയും ഇസാക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്, 2 ഫയർമാൻ. ഓക്കെ, 2 ഫയർമാൻ.
നെക്സ്റ്റ് ടൈംലി ഹെൽപ്പ്, സംയോജിതമായിട്ടുള്ള സഹായമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഫയർമാൻ മദറിനെ ചെക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. പതുക്കെ അവർ കണ്ണു തുറക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. ഒന്നും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് വെള്ളം കൂടെ ഇവർ കൊടുത്തു. മോം, ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. ആണ് ഇസാക്ക് സന്തോഷത്തോടു കൂടി ഉച്ചത്തിൽ പറയാൻ വേണ്ടി തുടങ്ങി, അമ്മയെ എന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ദിൽന സേഡ്. അപ്പോൾ ദിൽന പറഞ്ഞു ഇവരാണ് അമ്മയെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ താങ്ക് യു എന്ന് പറയാണ്. ദ മദർ സേഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അപ്പോൾ അവരോട് നോക്കി ചിരിച്ച് വളരെ പതുക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സേഡ് ടു ദ മദർ. അപ്പോൾ അതിലെ ഒരു ഫയർമാൻ അമ്മയുടെ അടുത്ത് പറയാണ്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ അവർ പറയാണ് നിങ്ങളുടെ മകളാണ് ശരിക്കും നല്ല ഗ്രേറ്റ് ജോബ് ചെയ്തിട്ടുള്ളത്, അവളാണ് ഹീറോ എന്ന് പറയാണ്. അപ്പോൾ ദിൽനക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നി. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്, ദിൽന അഡ്മിറ്റഡ്. അപ്പോൾ ദിൽന പറഞ്ഞു ശരിക്കും എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റേഡ് ഹെർ. അപ്പോൾ ഫയർമാൻ അവളെ നോക്കി ചിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തലോടി. വൈ ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. എന്താണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗീവ് ഹെർ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അവർക്ക് എന്താ കൊടുത്തത്? ഗേവ് ഫസ്റ്റ് എയ്ഡ്. അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ദെൻ വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് ഹീറോ. എന്തുകൊണ്ടാണ് ദിൽന ഹീറോ ആണെന്ന് അവർ പറഞ്ഞത്? എന്തുകൊണ്ടായിരുന്നു? ദിൽന ഇൻഫോംഡ്, സെക്കൻഡ് ആണ് കേട്ടോ, ദിൽന ഇൻഫോംഡ് ദം ഓൺ ടൈം. ദിൽന അവരെ കറക്റ്റ് സമയത്ത് വിളിച്ചറിയിച്ചത് കൊണ്ടാണ്. നെക്സ്റ്റ് അവാർഡ് ഫോർ ബ്രേവറി, ധീരതക്കുള്ള അവാർഡാണ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫയർമാന് ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. എന്നിട്ട് അവൾക്കൊരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ, ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. പക്ഷെ അവൾക്ക് എന്താണ് ഒരു ഹീറോ ആയിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. അവളെ മദറെ എന്താണ് സേഫാക്കി സഹായിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി, അത് മാത്രമേ അവൾക്ക് അപ്പോൾ തോന്നിയുള്ളൂ. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ്. അങ്ങനെ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദിൽന നേരെ ഇസാക്കിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, യു നോ ഈസ് ആൻ എമർജൻസി, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നീ അറിയണം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ, ഗ്രാൻഡ് മദർ എന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് ആൻഡ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഇസാക്ക് സിസ്റ്ററിനെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. എന്നിട്ട് പറഞ്ഞു താങ്ക്സ് ദിൽന, നീയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. എന്തിനായിരുന്നു ദിൽനയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഫോർ ഗീവ് ആൻ ബ്രേവറി അവാർഡ് അല്ലേ, ഒരു ബ്രേവറി അവാർഡ് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ്ന്റ് ദിൽന കൺസിഡർ ഹെർ സെൽഫ് എ ഹീറോ. എന്തുകൊണ്ടാണ് ദിൽനയ്ക്ക് അവളൊരു ഹീറോ ആയിട്ട് തോന്നാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് സി കൺസിഡർ ഇസ് എ റെസ്പോൺസിബിലിറ്റി. അവൾക്ക് ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലെസണാണോ കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അപ്പോൾ പാഠം കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് വന്നിട്ടുണ്ട്. എബ്രോഡ്, അഡ്മിറ്റ്, അപ്രോച്ച്, ബാക്ക്യാർഡ്, ബെഗ്, ബ്രേവറി, കൺസോൾ, എമർജൻസി, ഫയർമാൻ, ഗ്രാബ്, പ്രിറ്റൻ, റിയലൈസ്, സ്പോട്ട്. ഓക്കെ, ഇനി ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.